ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു സാധാരണ പൂരിയല്ല, സ്പെഷ്യൽ മസാല പൂരി. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 2-3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് മല്ലിയില, 2 പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ്, കുറച്ച് ഗോതമ്പ് പൊടി. ആദ്യം തന്നെ നന്നായിട്ട് ഉരുളൻകിഴങ്ങ് കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ എല്ലാതും ഓരോന്നോരോന്നായിട്ട് ചേർക്കുക. മുളക് പൊടി, ജീരകം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാനത് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ എല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് ഫസ്റ്റ് ഈ മസാലകളും ഉരുളൻകിഴങ്ങും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ചേശെ വെള്ളം, നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കണ മാതിരി കുറച്ചധികം വെള്ളത്തിന് ആവശ്യമില്ല. പൂരിക്ക് എപ്പോഴും വെള്ളം അധികം പാടില്ല. നന്നായിട്ട് ടൈറ്റായിട്ടാണ് പൂരിക്ക് കുഴക്കേണ്ടത്. വെള്ളം ഒട്ടും കൂടാൻ പാടില്ല. കുറച്ച് ഓയിൽ തടവിയ ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എണ്ണ നന്നായിട്ട് പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടാക്കണം. എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷമേ പൂരി നമ്മൾ അതിലേക്ക് ഇടാൻ പാടുള്ളൂ. പൂരി പിന്നെ അധികം കനം കുറച്ച് പരത്തരുത്. കുറച്ച് കട്ടിയിൽ വേണം പൂരി പരത്താനായിട്ട്. എന്നാലാണ് പൂരി നന്നായിട്ട് പൊളച്ചിട്ട് വരുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ പൂരി അതിലേക്ക് ഇടുക. അധികം ഇങ്ങനെ തിരിച്ചു മറിച്ചിടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പൊന്താൻ വേണ്ടിയിട്ട് നമ്മൾ തവി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൂരി നന്നായിട്ട് പൊളച്ചിട്ട് വരും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ കമൻറ്റിൽ അഭിപ്രായം പറയുക. താങ്ക് യു.